സാറേ, മലയാള സിനിമ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു കഥയാണ് എൻ്റെ അടുത്തുള്ളത്. കേക്കട്ടെ. അതായത് ഈ കഥ നടക്കുന്നത് വയനാട്ടിലെ ഒരു ഗ്രാമത്തിലാണ്. ഒരു ഗ്രാമത്തില് ഒരു ആള്, അയാളെ ഒക്കെ ഒരു ഓട്ടോറിക്ഷ, ഒരു രസകരമായ ഓട്ടോറിക്ഷ, പഴയ ഓട്ടോറിക്ഷ. ഇപ്പൊ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അയാള് ഈ പഴയ ഓട്ടോറിക്ഷയാണ് ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ പിന്നെ പുറത്തേക്ക് ഇറക്കുമ്പോൾ അയാൾ വാടകയ്ക്ക് ഓടുന്നതാണ്. അതിന്റെ ഈ പഴയ ലാംബർട്ട് ഓട്ടോറിക്ഷ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാളെ ആൾക്കാർ കളിയാക്കിയിട്ട് ലാംബർട്ടെ എന്നാ വിളിക്കുക. നമ്മളെ പടത്തിന്റെ പേരും അതെ, ലാംബർട്ട. അതാണ് നമ്മളെ പടത്തിന്റെ പേര്. ഇയാൾക്ക് ഭാര്യ, ഒരു മോള്, ഒരു മോൻ വേറൊരു സ്ഥലത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നടക്കുന്ന ഇയാൾ വളരെ സന്തോഷകരമായിട്ട് ജീവിച്ചു പോകുന്നു. വേറൊരു ഓട്ടോറിക്ഷ ഇയാൾക്ക് ഭയങ്കര സ്നേഹം ഈ ഓട്ടോറിക്ഷ. ഇയാളെ കുടുംബത്തിലൊരു അംഗത്തിനെ പോലെയാണ് ഈ ഓട്ടോറിക്ഷ നടക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇയാൾക്ക് എറണാകുളത്തേക്ക് പോകുന്നത്. ഈ എറണാകുളത്തേക്ക് പോകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പണ്ട് സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഡാൻസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ ഇയാൾക്ക് ഈ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ ഉണ്ട്. ഇയാളായിട്ട് ഭയങ്കര ആത്മബന്ധം. അപ്പൊ അയാൾക്ക് എന്തോ അറ്റാക്ക് ആയിട്ട് അയാളെ കാണാൻ വേണ്ടി പോവാണ്. അയാളെ കൊടുത്തതാണ് ഈ ഓട്ടോറിക്ഷ. അപ്പൊ അയാൾ അവിടെ പോയി, അയാളെ എത്തുമ്പോഴേക്കും ഇയാൾ മരിച്ചിട്ടുണ്ട്. തിരിച്ചുപിടി എത്തുമ്പോഴേക്കും എന്താ സംഭവം വെച്ചാൽ ഇയാളെ ഓട്ടോറിക്ഷ പോലീസുകാരെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഭയങ്കര പ്രശ്നമായിട്ട് അതിൻ്റെ അകത്ത് കഞ്ചാവ് കടത്തി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം. അയാളെ ഓട്ടോറിക്ഷയൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. ഇയാൾക്ക് ഭയങ്കര വിഷമമുള്ളൂ. ഇയാളത് വിട്ട് കിട്ടാൻ നടത്തുന്ന കുറെ പരിശ്രമങ്ങളാണ് നമ്മളെ പടത്തിന്റെ ഭയങ്കര ടെമ്പോ ആയിട്ടുള്ള കിടക്കുന്നത്. അപ്പൊ ഒരു SI ഉണ്ട്, ഒരു CI ഉണ്ട്, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഈ CI അടുത്ത് അവസാനം വളരെ ഭയത്തിൽ ഇയാൾ എന്തൊരു CI ഓട്ടോറിക്ഷ വിട്ടുകൊടുത്തതിന് പകരമായിട്ട് ഇവനോട് ഒരു ഓട്ടം പോകാൻ പറയും, ഒരു കുറച്ച് ദൂരത്തേക്ക്. അങ്ങനെ ദൂരത്തേക്ക് ഇയാളെ ഈ CI ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് ഇയാൾക്ക് ഭയങ്കര രസം ഈ ലാംബർട്ടിലൊക്കെ പോകുന്നത്. അങ്ങനെ ഒരു യാത്ര ചെയ്യുന്നു. പിന്നെ അതിന്റെ ഭവിഷ്യത്ത് എന്താ സംഭവിച്ചത്, അത് പോയി കഴിഞ്ഞത് എന്തിനാ പോണെന്ന് പിന്നെ മനസ്സിലാവുന്നുള്ളൂ. സസ്പെൻസ് ആയിരിക്കും. അതായത് ഇയാളുടെ മോൻ മരണപ്പെട്ടിട്ടുണ്ട്, കൊന്നിട്ടുണ്ട് ഒരാൾ. ആ കൊന്ന മോനെ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇയാൾ മലേന്റെ മുകളിലേക്ക് പോയത്. അങ്ങനെ മലേന്റെ മുകളിൽ പോയി അവിടുന്ന് കുഴിച്ചിടലൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് ഈ ഓട്ടോറിക്ഷയിൽ ഈ ചാക്ക് കെട്ടിയിട്ട് കൊണ്ടുപോയത് ഇയാളുടെ മോനാണ്. അതോടെ ഇയാൾക്ക് പ്രതികാരം വന്നില്ലേ. ഇയാള് ഭയങ്കര സെറ്റപ്പിൽ പുറത്തേക്ക് ഇറങ്ങി പല തന്ത്രങ്ങളും കഴിഞ്ഞിട്ട് ഈ CIനെയും അയാളെ അനുയായിനെയൊക്കെ ഇയാൾ കൊല്ലുന്നു. അങ്ങനെ കൊന്നു കഴിഞ്ഞിട്ട് ഇയാളിങ്ങനെ ഭയങ്കര ഒരു വല്ലാത്തൊരു മൂഡിൽ ഇങ്ങനെ പോയിട്ട് ഒരു പുഴ, അങ്ങനെ ഒരു അരുവിന്റെ തീരത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ആ അരുവിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ഓട്ടോറിക്ഷ ഇങ്ങനെ ഉണ്ടാവും, മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നുണ്ടാവും. അതാണ് നമ്മളെ പടത്തിന്റെ ലാസ്റ്റ് ഷോട്ട്. എങ്ങനെയുണ്ട് സാറേ കഥ? നല്ല കഥയാ. നമുക്ക് പേര് തുടരുന്നാക്കിയാലോ? നീ മലയാള സിനിമയൊന്നും കാണില്ലേ? ഇത് ഇറങ്ങിയ സിനിമയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കഥയായിട്ട് വന്നിട്ടുണ്ടല്ലോ. പോട്ടെ എന്നാ സാറേ, ഇതിപ്പോ ചിലപ്പോ എന്റെ കഥ അടിച്ചു മാറ്റിയേക്കും. ഞാൻ വേറൊരു കഥ പറയാം. അതായത് ഒരാള് ഒറ്റയ്ക്ക്, ഭാര്യയൊക്കെ മരിച്ചിട്ട് ഒരു കൈക്കുഞ്ഞായിട്ട് ഒരു കടപ്പുറത്തേക്ക് അയാൾ ഇങ്ങനെ ഒരു തോണിയിൽ വന്ന് ഇറങ്ങുന്നിടത്താണ് നമ്മളെ ഫസ്റ്റ് സിനിമ തുടങ്ങുന്നത്. എന്നിട്ട് അയാള് അവിടെ വന്ന് ആ കടപ്പുറത്ത് വന്ന് അയാൾ ഭയങ്കര സോഷ്യലായിട്ട് ഈ കുട്ടീനെ വളർത്തി വലുതാക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞോടുകൂടി കുട്ടിക്ക് ഒരു പ്രേമം വരുന്നു. അമരം. അപ്പൊ നീ മമ്മൂട്ടിനെ മോഹൻലാലിനെ ആരും ഒഴിവാക്കൂല അല്ലേ? ഇത് മമ്മൂട്ടിനെ പറയുന്നു. വെറുതെ സമയം കഴിയണ്ട, ഒന്നും ഒഴിവാക്കി തരുമോ? ഒരു കഥ പറയാൻ പറ്റാത്ത അവസ്ഥയിൽ പോയല്ലോ.